മയക്കുമരുന്ന് കേസിലെ തൊണ്ടി മുതൽ കൃത്രിമം കാട്ടിയ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിന് പിന്നാലെ ഇടതു മുന്നണി MLA ആന്റണി രാജു രാജിക്കൊരുങ്ങി. കോടതി വിധി പ്രകാരം നിയമസഭാ അംഗത്വം റദ്ദാക്കപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് മാന്യത നിലനിർത്താൻ അയോഗ്യത സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ സ്വയം രാജിവെക്കാൻ ആന്റണി രാജുവിന് സ്പീക്കറെ നേരിൽ കണ്ടോ ഇമെയിൽ വഴിയോ രാജിക്കത്ത് കൈമാറുമെന്നാണ് ഇപ്പോഴത്തെ സൂചന. ഇത് പക്ഷേ പ്രതിപക്ഷം നേരത്തെ തന്നെ മുന്നിൽ കണ്ട രാജിയാണ്. പ്രതിപക്ഷം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയത് സർക്കാർ തൊണ്ടി മുതൽ മോഷ്ടിച്ച കേസിൽ പ്രതിയായ ആന്റണി രാജുവിനെ മന്ത്രിയാക്കരുതെന്ന് അന്നേ പ്രതിപക്ഷ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വളരെ വ്യക്തമായ നിലപാട് അന്നേ എടുത്തിരുന്നു. കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ആന്റണി രാജുവിനെ മന്ത്രിയാക്കിയത്. അത് വ്യക്തം. ലഹരി മരുന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന് പിടിയിലായ വിദേശിയെ രക്ഷിക്കാൻ വേണ്ടി തൊണ്ടി മുതലായ അടിവസ്ത്രം കൈക്കലാക്കി വെട്ടിച്ചുരുക്കി കൃത്രിമത്വം കാട്ടിയെന്നാണ്. അത്രയും ഗുരുതരമായ കേസിലെ പ്രതിയായ ആളെയാണ് പിണറായി വിജയൻ മന്ത്രിയാക്കിയതെന്നും ഇതിനെതിരെ പ്രതിപക്ഷം നിലപാടെടുത്തിട്ടും 2.5 വർഷക്കാലം ആന്റണി രാജുവിനെ പിണറായി വിജയൻ മന്ത്രിയെ കൊണ്ടുവരുന്നതാണ് VD സതീശൻ ഇപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. പ്രതിയായ വിദേശിയെ വെറുതെ വിട്ട കേസിൽ കോടതിക്ക് സംശയം തോന്നിയത് കൊണ്ട് മാത്രമാണ് തെളിവ് നശിപ്പിച്ചതിന് പിന്നീട് കേസെടുത്തത്. പ്രതികളെ സംരക്ഷിക്കൽ തന്നെയാണ് LDF-ഉം CPM-ഉം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രതികളെ CPM ഇപ്പോഴും സംരക്ഷിക്കും. കൊള്ളക്കാർക്ക് കുട പിടിക്കുകയാണ് ഈ സർക്കാർ എന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണെന്നും VD സതീശൻ ആരോപിച്ചു. നമ്മൾ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് ആന്റണി രാജുവിനെ ഒന്നാം പ്രതിയായ കോടതി ജീവനക്കാരൻ KS ജോസിനെ 3 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കുന്ന ജനപ്രതിനിധികൾ ഉടനടി അയോഗ്യരാക്കപ്പെടും. അതാണ് ആന്റണി രാജുവിന്റെ വിധി. വിധിക്ക് പിന്നാലെ ഇരുവരും ജാമ്യാപേക്ഷ നൽകുകയും കോടതി അത് അനുവദിക്കുകയും ചെയ്തു. ശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകാൻ കോടതി 1 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഉടൻ തന്നെ അപ്പീൽ സമർപ്പിക്കാനാണ് പ്രതിഭാഗത്തിന്റെ ആന്റണി രാജുവിന്റെ ഭാഗത്തിന്റെ നീക്കം. കോടതി വിധിപ്പകർപ്പ് ലഭിച്ചാലുടൻ നിയമസഭാ സെക്രട്ടറി ആന്റണി രാജുവിനെ അയോഗ്യനാക്കി ഉത്തരവിറക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിനും ആന്റണി രാജുവിനും ഇതിനോടകം നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. സഭയിൽ നിന്നുള്ള പുറത്താക്കലിൽ നിന്ന് നടക്കൽ ഒഴിവാക്കാനാണ് ആന്റണി രാജു ഇപ്പോൾ സ്വയം രാജിവെച്ച് MLA സ്ഥാനം ഒഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചത്.